ഹായ് ഹലോ. അപ്പോൾ ഇതേ കുറേ ദിവസമായിട്ട് നമ്മൾ നോമ്പൊക്കെ പിടിച്ച് വീടുവാണ് കേട്ടോ. റമദാനൊക്കെ അല്ലേ വരുന്നത്, അതിന് മുമ്പ് പഴയ നോമ്പൊക്കെ പിടിക്കണ്ടേ. അതും പിന്നെ വർക്കിൻ്റെ തിരക്കും എല്ലാം കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ ഇത് ക്യാബിൽ നിന്നാണ് ഞാൻ നോമ്പ് തുറക്കുന്നത്. വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സും ഇങ്ങനെ തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ട്രോപ്പിക്കാണ് നമ്മൾ ഓഫീസിലെ വെൻഡിങ് മെഷീനിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ടോ. ആ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ദേ നല്ല കായപ്പൊളിയും മിനി പരിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി ചായ കുടിച്ചു. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേനും നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ഒരു പഴംപൊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ പൊരിച്ച പഴംപൊരിയാണ്, കണ്ടാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. ഇത് നല്ല കോമ്പിനേഷൻ തന്നെ കേട്ടോ. പഴംപൊരിയും ബീഫും പോലെ തന്നെയാണ് പഴംപൊരിയും ചിക്കൻ കറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എൻ്റെ താത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ് നേരെ. അപ്പോൾ നല്ല വെയിലുണ്ട്, അടിപൊളി റോഡാണ്, പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈ ആയതുകൊണ്ട് നേരെ കയറി ഒരു ലൈം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചിക്കൻ ബിരിയാണി വാങ്ങിയാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ബിരിയാണി ഇരുന്ന് കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഓർത്തു. ഞാനാണെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ടോപ്പിൻ്റെ ആളാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അത് കിട്ടിയില്ല, നേരെ റെഡ് വെൽവെറ്റ് ആണ് വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. ക്യാമറയുടെ ആണെന്നറിയില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സെൻറ്റർ സ്ക്വയറിൽ പോയി. അവിടെ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. നേരെ പോയത് നമ്മൾ മിസ്റ്റർ DIYയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് പർച്ചേസൊക്കെ നടത്തിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു.